എമ്പുരാൻ ചെറിയ കളിയല്ല. പൃഥ്വിരാജിന്റെ അജണ്ട തിരിച്ചറിഞ്ഞ RSS മുഖപത്രം. മോഹൻലാലിനെയും ഗോകുലം ഗോപാലനെയും തകർക്കാനുള്ള ജിഹാദി ഗൂഢാലോചനയാണ് എമ്പുരാൻ എന്ന് RSS നേതാവ്. സിനിമയ്ക്ക് വിലക്കേർപ്പെടുത്താൻ RSS നീക്കം. വിവാദമായതോടെ വീണ്ടും സെൻസറിങ്ങിന് തയ്യാറായി പൃഥ്വിരാജും സംഘവും. പൃഥ്വിരാജിന്റെ എമ്പുരാനെ പൂട്ടാനുറച്ച് RSS മുഖപത്രമായ ഓർഗനൈസറിൽ അതിരൂക്ഷ വിമർശനമാണ് സിനിമയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. 2002 ഗോദ്രാനന്തര കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹിക ഐക്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഒരു വിഭജന ഹിന്ദു വിരുദ്ധ ആഖ്യാനം മുന്നോട്ട് വയ്ക്കുന്നുവെന്നാണ് ഓർഗനൈസറിലെ കുറ്റപ്പെടുത്തൽ. സംവിധായകൻ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് എമ്പുരാൻ എന്ന് വിമർശിക്കുന്ന ലേഖനം വിശ്വരാജ് V എന്ന ബൈലൈനിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എമ്പുരാനെ നിരോധിക്കണമെന്ന ഹിന്ദു സംഘടനകളുടെ ആവശ്യമടക്കം ഓർഗനൈസർ ചർച്ചയാക്കുന്നുണ്ട്. ഇതോടെ സിനിമയ്ക്കെതിരാണ് RSS എന്നത് ഔദ്യോഗികമാവുകയാണ്. എമ്പുരാനുമായി ബന്ധപ്പെട്ട മുതിർന്ന RSS നേതാവ് A. ജയകുമാറിന്റെ പോസ്റ്റും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എമ്പുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചനയെന്നാണ് ജയകുമാർ വിശദീകരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കുമെന്ന ഭീഷണി കേന്ദ്ര സർക്കാരുമായി വലിയ സ്വാധീനമുള്ളതായി ചിത്രീകരിക്കപ്പെടുന്ന വില്ലൻ കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷമായ കലയല്ല, കുൽസിത പ്രവർത്തനമാണെന്ന് ജയകുമാർ വിശദീകരിക്കുന്നു. സെൻസർ ബോർഡിനെ കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മോഹൻലാലിനും ഗോകുലം ഗോപാലേട്ടനും പറയാൻ അറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. തെറ്റിദ്ധരിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കിക്കാതെയുമാണ് സിനിമാ തിയേറ്ററിൽ ഗോപാലേട്ടനും ലാലേട്ടനും എത്തുന്നത്. സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചിലർ ചെയ്തത്. പൃഥ്വിരാജും സഹായികളും ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണ്. ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് വിധി എഴുതട്ടെ എന്നാണ് ജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് ധരിക്കുന്നവരെ സിനിമാ ലോകം ചവറ്റുകൊട്ടയിലെറിയും. ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവിലങ്ങ് വയ്ക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയുമുള്ള നാടാണ്. കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും ജയകുമാർ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സെൻസർ ബോർഡിൽ നിന്ന് റീസെൻസർ ചെയ്യാനുള്ള നിർദ്ദേശമെത്തിയത്. അങ്ങനെ എമ്പുരാൻ സിനിമയിൽ വീണ്ടും കത്തിവീഴും. പല സീനുകളും വെട്ടിയൊതുക്കുമെന്നും ജയകുമാർ പറയുന്നു. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ സമൂഹമാധ്യമത്തിൽ എമ്പുരാനെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റും വലിയ ചർച്ചയായിരുന്നു. വാര്യംകുന്നനായി എമ്പുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് J. നന്ദകുമാർ പങ്കുവച്ചത്. വാര്യംകുന്നനെ വലിയൊരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് അബുവിന്റെ സംവിധാനത്തിൽ 100 കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ വാര്യംകുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദു വിരുദ്ധനാണെന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആഷിഖ് അബു ഉപേക്ഷിച്ചു. ആ സിനിമയിലെ വാര്യംകുന്നൻ തന്നെയാണ് ഇപ്പോൾ എമ്പുരാനായി വന്നത് എന്ന് J. നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എമ്പുരാനിലും കൊണ്ടുവന്നിരിക്കുന്നതെന്ന സൂചനയാണ് നൽകുന്നത്. പൊതുവെ ഹിന്ദുവിരുദ്ധ സിനിമയാണ് എമ്പുരാൻ എന്ന സൂചന തന്നെയാണ് J. നന്ദകുമാർ നൽകുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിനും ഹൈന്ദവ ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട്. 2002 ഗുജറാത്തിലെ ഗോത്ര കലാപത്തെക്കുറിച്ച് ഏകപക്ഷീയമായി ചില പരാമർശങ്ങൾ സിനിമയിൽ ഉള്ളതായി വിമർശനം ഉയരുന്നു. ഗോത്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന രീതിയിൽ സൂചനകളുള്ളതായി പരാതി ഉയരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഖുറേഷി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എമ്പുരാനിൽ ആ ഖുറേഷി എബ്രഹാമിന്റെ മാസ പ്രതീക്ഷിച്ച് തിയേറ്ററിലെത്തിയവർ നിരാശരായി. ഖുറേഷിയുടെ വിശ്വസ്തനായ സയ്യിദ് മസൂദിന്റെ കഥയാണ് എമ്പുരാനിൽ പറഞ്ഞിരിക്കുന്നത്. ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് ചർച്ചാ വിഷയം. EDയും NIAയും അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായാണ് RSS നോക്കിക്കാണുന്നത്. വിവാദമായതോടെ എമ്പുരാൻ വീണ്ടും സെൻസർ ചെയ്യാനാണ് നീക്കം. ഗോകുലം ഗോപാലനും മോഹൻലാലും നിലപാട് കടുപ്പിച്ചതോടെ സംവിധായകൻ പൃഥ്വിരാജിന് കേന്ദ്ര സെൻസർ ബോർഡിന്റെ തീരുമാനത്തിന് വഴങ്ങാതിരിക്കാനാകില്ല. നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എമ്പുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ച് മോഹൻലാലിനും പൃഥ്വിരാജിനും ഗോകുലം ഗോപാലനുമെതിരെ അധിക്ഷേപവുമായി രംഗത്തു വന്നിരുന്നു. RSS എമ്പുരാന്റെ പ്രമേയത്തെ ഗൗരവമായി കാണുന്നുവെന്ന് വ്യക്തമായതോടെ അണിയർ പ്രവർത്തകർ അങ്ങേയറ്റം പരുങ്ങലിലായി. അതേസമയം സൈബർ ഇടത്തിൽ പൃഥ്വിരാജിനും മോഹൻലാലിനും മുരളി ഗോപിക്കും അഭിനന്ദനം അറിയിച്ച് ക്യാമ്പയിൻ നടക്കുന്നുമുണ്ട്.